ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. പാർക്കിൽ നിന്ന് പോകാനിറങ്ങിയ വീണയും സന്തോഷും ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് റോഡിൽ നിൽക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചറും ജോണും കാറിൽ അതുവഴി വരുന്നത്. അവരെ കണ്ട് കാർ നിർത്തിയിട്ട് മേരിക്കുട്ടി ടീച്ചർ എങ്ങോട്ടാ എന്ന് ചോദിക്കാം. വീട്ടിലേക്കാ ടീച്ചറെ, സ്കൂട്ടി എടുത്തില്ല, അപ്പോൾ ഓട്ടോയിൽ പോവാന്ന് കരുതി എന്ന് വീണ പറയുമ്പോൾ ഓട്ടോയൊന്നും പിടിക്കണ്ട, ഇങ്ങോട്ട് കയറ്, വീട്ടിൽ കൊണ്ടാക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എന്നാൽ ഞാൻ ടീച്ചറുടെ കൂടെ പോവാ എന്ന് പറഞ്ഞ് വീണ കാറിൽ വന്ന് കയറുക. യാത്രക്കിടയ്ക്ക് പിൻസീറ്റിലിരിക്കുന്ന വീണയോട് മേരിക്കുട്ടി ടീച്ചർ, അപ്പോൾ രണ്ടാളും പാർക്കിലൊക്കെ പോയി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങളുടെ പൊരുത്തം നോക്കിയ കാര്യം പറയാൻ ആ ചേട്ടൻ വിളിച്ചതാ. ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് രണ്ടാളും ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ നേരിൽ പറയാമെന്ന് കരുതിയെന്ന് വീണ പറയാ. ഓ, ഞങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചു. മിണ്ടാപ്പൂച്ചകളെ കൈയോടെ പിടിച്ചതുകൊണ്ടിപ്പോൾ അറിഞ്ഞു ഞങ്ങൾ എന്ന് മേരിക്കുട്ടി ടീച്ചർ. അങ്ങനൊന്നുമില്ല ടീച്ചറെ, അപ്പോൾ പെണ്ണു കാണും മുമ്പേ ഫോൺ വിളിയൊക്കെ തുടങ്ങിയല്ലേ എന്ന് ജോൺ പറയാ. ജോണേട്ടാ, എന്നെ കളിയാക്കി എനിക്ക് വിഷമാവും കേട്ടോ എന്ന് വീണ പറയുമ്പോൾ, പെണ്ണു കാണും മുമ്പ് ബുദ്ധിയുള്ള പെണ്ണും ചെക്കനും ആണെങ്കിൽ വീട്ടുകാരറിയാതെ വന്ന് കാണും അവര്, അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ. അപ്പോൾ അന്നേരം അവർക്ക് ഐസ്ക്രീം കഴിക്കാമല്ലോ അല്ലേ എന്ന് ജോൺ പറയുമ്പോൾ, അതെ അതെ എന്ന് മേരിക്കുട്ടി ടീച്ചറും. എന്തായി പൊരുത്തം എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക. പൊരുത്തമൊക്കെയുണ്ട്. ജാതകം നോക്കിയ പണിക്കരെന്തോ റിമാർക്സ് പറഞ്ഞു. പൊരുത്തം നോക്കിയപ്പോൾ ഞാൻ ദേവഗണമോ ആ ചേട്ടൻ മനുഷ്യഗണമോ ആണെന്ന്, ഞാൻ ആ ചേട്ടനെ ഭരിക്കും പോലും എന്ന് വീണ പറയുമ്പോൾ, അത് സത്യ എന്ന് ജോൺ ചിരിച്ചുകൊണ്ട് പറയാം. കഷ്ടമുണ്ട് ജോണേട്ടാ, ഞാൻ ആരെങ്കിലും ഭരിക്കുമോ എന്ന് വീണ ചോദിക്കാം. എടി, അതവൻ തമാശ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി? ഞാൻ പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ല, ചേട്ടന് വേണേൽ അയക്കുമെന്ന്. പക്ഷേ പുള്ളിക്കൊരു വിഷയവുമില്ല, ആൾക്ക് ശരിക്കും ഡീപ്പായ ഇഷ്ടമായിരുന്നു, എനിക്ക് ആ ബോധ്യം മാത്രം മതി എന്ന് വീണ പറയാം. അത് നന്നായി, അവളെല്ലാം കണ്ട് തലയ്ക്ക് മുകളിൽ നിൽക്കല്ലേ, നടക്കേണ്ടതേ നടക്കൂ എന്ന് ജോണിനെ നോക്കി വിഷമത്തോടെ പറയാം മേരിക്കുട്ടി ടീച്ചർ. പിന്നീട് കാണിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടിൽ രാത്രി എല്ലാവരും അത്താഴം കഴിക്കുന്നതാ. സന്തോഷ് വൈകി വന്നത് കണ്ട് അമ്മ, ഡാ നിനക്ക് വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ, കൈ കഴുകിയിട്ട് വന്ന് ഇരിക്കുക സന്തോഷേന്ന് ചേട്ടത്തിയും പറയാം. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. പിന്നെ ഒരു കാര്യം, പൊരുത്തക്കുറവാണെന്ന് പറഞ്ഞ് വേറൊരു ആലോചനയും നോക്കണ്ട, കുറവുള്ള പൊരുത്തമൊക്കെ ഞാനങ്ങ് സഹിച്ചു എന്ന് സന്തോഷ് പറയാം. ആഹാ, ഇപ്പോൾ തന്നെ നീ ഇത്രയൊക്കെ പറയാറായോ, കൊള്ളാടാ, കെട്ട് കഴിഞ്ഞ് വന്നാലേ ഇവനെ എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോവാൻ പറയൂല്ലോ എന്ന് അമ്മ പറയാം. അപ്പോൾ ചേട്ടൻ സന്തോഷേ പെണ്ണിൻ്റെ മയക്കത്തിൽ വീണാ പോയി കേട്ടോ, ബുദ്ധി മങ്ങിപ്പോകുന്ന ചേട്ടത്തിയെ നോക്കി പറയാം. സന്തോഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുക. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആവുമ്പോൾ സന്തോഷിൻ്റെ വീട്ടിലെ തുളസിത്തറയ്ക്ക് മുന്നിൽ അമ്മയുടെ ഏട്ടൻ കറുപ്പുടുത്ത് തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നതാ. എല്ലാവരും സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട്. സ്വാമി ശരണമെന്ന് പറഞ്ഞ് അയാൾ സിറ്റൗട്ടിലേക്ക് കയറുക. ഇതെവിടുന്നാ ഇപ്പോൾ ഈ വരവ് എന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ, ശബരിമല വരെയൊന്ന് പോയി, അയ്യപ്പനെ കൺകുളിർക്കെ ഒന്ന് കണ്ടു, അതിനിപ്പോൾ സീസണാണോ അളിയ, പ്രതിമാസ പൂജ നടക്കല്ലേ, ഇന്നല്ലേ നടയടയ്ക്കൽ, മലയിറങ്ങുമ്പോൾ ഉള്ളിന്നൊരു വിളി വന്നു, മണിയെ ഒന്ന് കാണണമെന്ന്, പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു, അണ്ണൻ എന്നെ കാണാൻ തോന്നിയല്ലോ എന്ന് മണി പറയാം. അതാണടി രക്തബന്ധം, ഇത് പിടിക്കെന്ന് പറഞ്ഞ് എറിഞ്ഞുടച്ച തേങ്ങ കൊടുത്തിട്ട് ഉച്ചയൂണിനെ ചുട്ടരച്ചെടുക്കാന്ന് പറയാം. ഇത് കേട്ട് ചേട്ടത്തി ചേട്ടനോട് രഹസ്യമായി, ഇനി മുതൽ ഒരു പങ്ക് അരി കൂടുതൽ ഇടണം, തിന്നുന്നതൊക്കെ എവിടെ പോകുന്നെന്തോ, അകത്ത് വല്ല കൊക്കപ്പുഴവും കാണും എന്ന് പറയാം. അപ്പോഴയാൾ, മീൻ വാങ്ങിയോടി? ഇല്ല അണ്ണ, ഒന്നും കിട്ടിയില്ല, ഇപ്പം മീനൊക്കെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരില്ലേ, നല്ലത് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറ, വ്രതം മുറിയുന്നോണ്ട് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നയാൾ പറയുമ്പോൾ, മലയാളം ഒന്നിന് തുറക്കണേന് അളിയൻ കൂടിപ്പോയ 1-2 ദിവസം വ്രതം എടുത്തു കാണും എന്ന് പറയുമ്പോൾ, 41 ദിവസം കഠിന വ്രതം, ഇപ്പം മല കയറാനോ, ഒന്ന് പോ അളിയ, 5 ദിവസം വ്രതം പിടിച്ചോ എന്ന് ചോദിക്കുക. 10 ദിവസം അളിയ, ഇനി കുറയ്ക്കരുത്. ആ മണി, വാളയുണ്ടേ മേടിച്ചോ, തേങ്ങ അരച്ച് വെക്കാം എന്നയാൾ പറയുമ്പോൾ, നിങ്ങളുടെ കെട്ടിയോളുമാർക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് അച്ഛൻ ചോദിക്കുക. അതൊക്കെ എങ്ങനെ, പിഴച്ചു പോയിക്കോളും, അളിയൻ തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത് പെണ്ണ് വീട്ടിൽ പോകുകയാണെന്നാ നാട്ടിലുള്ളവരുടെ സംസാരം എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ, അവളുമാർ ഒറ്റ ഒരുത്തികളും എന്നെ മുറ്റത്ത് കയറ്റില്ലെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പോൾ സന്തോഷിൻ്റെ അമ്മ, സന്തോഷിനൊരു ആലോചന വന്നിട്ടുണ്ട്, പെൺകുട്ടി ടീച്ചറാണെന്ന് പറയാ. കൊച്ചിൻ്റെ അമ്മയും ടീച്ചറായിരുന്നു, മരിച്ചുപോയി, പണിക്കരെ ഗ്രഹനില നോക്കി ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താന്ന് അണ്ണൻ ചോദിക്കുക. അപ്പോൾ സന്തോഷം അങ്ങോട്ട് വന്ന്, പിന്നൊന്നുമില്ല പോറ്റിമാമ, പെണ്ണു കാണാൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എന്നാ പോവാന്ന് നമുക്ക് അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് സന്തോഷ് പറയുമ്പോൾ, സൗകര്യപ്പെടുന്നൊരു ദിവസം നോക്കി പറഞ്ഞോളൂന്ന് അണ്ണൻ പറയാ. അളിയോ, നമുക്ക് ഈ ഞായറാഴ്ച അങ്ങ് പോയാലോ എന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുക. ഈ ഞായർ ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല, അതുകൊണ്ട് അന്ന് വേണ്ടാന്ന് അയാൾ പറയുമ്പോൾ, എന്നാൽ നമുക്ക് പണിക്കരെ വിളിച്ച് ചോദിക്കാമെന്ന് സന്തോഷിൻ്റെ അമ്മ പറയാ. ഓ, ഇനി പെണ്ണ് കാണാനുള്ള സമയം പണിക്കരെ വിളിച്ച് ചോദിക്കണോ എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ, എന്ത് കാര്യം പറയുമ്പോഴും ഇതുപോലെ മുടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ
ഞാൻ പോയി പണിക്കരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുക. ശുഭകാര്യങ്ങൾക്കൊക്കെ സമയം നോക്കണമെന്ന് അയാൾ പറയുമ്പോൾ, കല്യാണത്തിൻ്റെ കാര്യത്തിൽ അളിയനൊരു റെഫറൻസ് ബുക്ക് ആയതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുക. അപ്പോഴേക്കും സന്തോഷിൻ്റെ അമ്മ ചിരിച്ചോണ്ട് അകത്തുനിന്ന് വന്ന്, അതെ, ഈ വ്യാഴാഴ്ച 11 മണിക്ക് നല്ല സമയമാണെന്ന് പണിക്കര് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അന്ന് വർക്കിംഗ് ഡേ അല്ലേ, അവർക്കന്ന് പണിക്ക് പോണ്ടേ, നിന്നെ പോലാണോ എന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുക. നിങ്ങളോട് പറഞ്ഞില്ലേ ഓരോ മുട്ടാപ്പൊക്കുമായി വരില്ലെന്ന് എന്ന് സന്തോഷിൻ്റെ അമ്മ പറയാ. അതങ്ങ് വിട്ടേക്ക്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് സന്തോഷിൻ്റെ അച്ഛനും. രാവിലെ കാപ്പിക്ക് എന്തോന്നാ മണിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ, പുട്ടും പയറുന്ന് സന്തോഷിൻ്റെ അമ്മ. പപ്പടമില്ലേന്ന് ചോദിക്കുമ്പോൾ, ആ ഉണ്ടല്ലോ, എന്നാ കാപ്പി കുടിച്ചിട്ട് കുളിക്കാം, തല കയറിയതിൻ്റെ വേദന ശരീരം ആസകലമുണ്ട്, കുളിച്ചിട്ടൊന്ന് നടുനിവർത്തി കിടക്കുമ്പോഴേക്കും ഊണിൻ്റെ നേരവുമാവും ഇല്ലേ മണി എന്നയാൾ ചോദിക്കുമ്പോൾ, അണ്ണൻ എണീറ്റ് കൈ കഴുകിയിരിക്കെ എന്ന് പറയുന്നത് കേട്ട് അയാൾ എണീറ്റ് കാപ്പി കുടിക്കാൻ പോവാ. അയാൾ പോയത് കണ്ട് ഇനി എല്ലാ പരിപാടിക്കും ഇടങ്കോലിടാൻ ഇടങ്കോലമ്മാവൻ റെഡി എന്ന് ചേട്ടത്തി പറയാ. ആളെ എങ്ങനെയെങ്കിലും പാക്ക് ചെയ്യാൻ നോക്ക് സന്തോഷേ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാ പണി എന്ന് ചേട്ടനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സന്തോഷ് മേരിക്കുട്ടി ടീച്ചറെയും ജോണിനെയും മീറ്റ് ചെയ്യുന്നതാണ്. നേരിട്ട് പറയാമെന്ന് കരുതിയ ടീച്ചറെ ഞാൻ ജോണിനെ വിളിച്ചത്. എന്തായി സന്തോഷെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, പെണ്ണ് കാണാൻ വ്യാഴാഴ്ച 11 മണിക്ക് പോവാന്നാ ടീച്ചറെ പറയുന്നത്. അന്ന് വർക്കിംഗ് ഡേ അല്ലേ, ശനിയോ ഞായറോ അല്ലേ നിങ്ങൾക്ക് രണ്ടാക്കും സൗകര്യമെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, അതെ, പക്ഷേ പണിക്കരോട് അമ്മ ചോദിച്ചു കുറിച്ച് സമയമായത് എന്ന് സന്തോഷ് പറയുമ്പോൾ, പെണ്ണ് കാണലിനും ഇപ്പോൾ ഡേറ്റൊക്കെ കുറിച്ചു തുടങ്ങിയ സന്തോഷേ എന്ന് ജോൺ ചോദിക്കുക. അമ്മ ഏത് കാര്യത്തിനും പണിക്കരോട് ചോദിക്കും, അമ്മയുടെ ശീലം അങ്ങനെയാ. സത്യത്തിൽ എല്ലായിടത്തും രണ്ടു കൂട്ടരുടെയും സൗകര്യം നോക്കിയാ പെണ്ണ് കാണലൊക്കെ നടക്കുക. ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് എത്തുമെന്ന് ടീച്ചർ വീണയുടെ വീട്ടിലൊന്ന് വിളിച്ച് പറയണം എന്ന് സന്തോഷ് പറയുമ്പോൾ, പറയാമെന്ന് പറഞ്ഞ് ജോണിനോട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറി പറഞ്ഞിട്ട് പോവാൻ ജോണേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ. നിങ്ങൾ എത്ര പേരുണ്ടാവുമെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, എല്ലാവരും ഒന്നിച്ച് പോവാന്ന് വെച്ചിരിക്കുക, പിന്നെ ഓരോരുത്തരായി പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് സന്തോഷ് പറയാ. അത് നന്നായി, ഞങ്ങളിന്നാ ഇപ്പോൾ തന്നെ അവിടെ കയറി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടി യാത്ര പറഞ്ഞു പോവാ. കാറിലിരുന്ന് മേരിക്കുട്ടി ടീച്ചർ ജോണിനോട് ഇത് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നെന്ന് ജോണും പറയും. നിനക്ക് വിഷമമുണ്ടോ മോനെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, അമ്മ ചോദിച്ചോണ്ടാ പണ്ട് വീണയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ മഹേഷിനേക്കാൾ പ്രിയപ്പെട്ട ചേട്ടനാണെന്നറിഞ്ഞപ്പോൾ തിരിച്ചു ഞാൻ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ട് കുടുംബക്കാരും തമ്മിൽ തീരുമാനിക്കട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയും. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, വീണ അത്ര നല്ല കുട്ടിയാടാ, അവൾ എൻ്റെ വീട്ടിൽ നിന്റെ പെണ്ണായി വന്ന് കയറുന്നത് എനിക്ക് സരസുവിനോട് പറയാൻ മടിയുള്ളൊരു കാര്യമായിരുന്നു. നമ്മുടെ രണ്ടാളുടെ ഉള്ളിലിരിപ്പ് നമ്മുടെ രണ്ടാളുടെയും ഉള്ളിൽ മാത്രമായി ഇരിക്കട്ടെ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ, അതേ അമ്മയെന്ന് ജോണും പറയുക. പിന്നീട് കാണിക്കുന്നത് വീണ സ്കൂൾ വിട്ടെത്തുമ്പോൾ വല്യമാമയും മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടി ഡൈനിങ് ടേബിളിലിരുന്ന് സംസാരിക്കുന്നതാണ്. ജോൺ അവിടെ തന്നെ നിൽപ്പുണ്ട്. രാധയും രേണവും അവിടെ കൈവരിയിൽ ഇരിപ്പുണ്ട്. വീണ അങ്ങോട്ട് വന്ന് ടീച്ചർ ഇതെപ്പോൾ എത്തി എന്ന് ചോദിക്കുക. കുറച്ചു നേരമായി, മോൾ എന്താ ഇത്രയും വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ, കിടക്കുന്ന കടയക്കാരനായിരുന്നു എന്ന് വീണ പറയാ. മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്, വേറൊന്നുമല്ല, ഞങ്ങൾ വഴിക്ക് വെച്ച് സന്തോഷിനെ കണ്ടു. അവർ വീണയെ കാണാൻ വ്യാഴാഴ്ച വരുമെന്നാ പറഞ്ഞത്, 11 മണിക്ക്. അന്ന് ക്ലാസ്സുള്ള ദിവസമല്ലേ കുഞ്ഞി എന്ന് വല്യമാമൻ ചോദിക്കുക. അത് കുഴപ്പമില്ല, ഞാൻ സോമൻ സാറിനോട് സംസാരിച്ച് പെർമിഷൻ എടുത്തോളാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന രാധയോട് മേരിക്കുട്ടി ടീച്ചർ, ആ രാധയെ കേട്ടല്ലോ, വ്യാഴാഴ്ച 11 മണിക്ക് സന്തോഷിന്റെ വീട്ടുകാർ വരും, വിഷ്ണുവിന് എത്താനാവുമെന്ന് ചോദിക്കുക. വിഷ്ണുവേട്ടന് പാടാവുമെന്ന് രാധ പറയുക. ഞായറാഴ്ച ആയിരുന്നേ എല്ലാവർക്കും സൗകര്യമായെന്ന് വല്യമാമ പറയുമ്പോൾ, ഡേറ്റ് പണിക്കരെ കണ്ട് അവര് കുറിപ്പിച്ചതാന്ന് ജോൺ പറയുക. പെണ്ണ് കാണാനും ഡേറ്റ് കുറിപ്പിച്ചോ, അവർക്ക് വിശ്വാസം കുറച്ച് കൂടുതലാണല്ലോ എന്ന് വല്യമാമ പറയുക. സന്തോഷിന്റെ അമ്മ എല്ലാ കാര്യത്തിലും സമയം നോക്കുന്ന ആളാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ. ടീച്ചർ ഇരി, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് വീണ അകത്തേക്ക് പോവാൻ ഒരുങ്ങുമ്പോൾ, അയ്യോ വേണ്ട മോളെ, ഇനി ഇരിക്കുന്നില്ല, വൈകും. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി കയറിയതാ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ എണീക്കുക. ഞാനിറങ്ങിയ മേരിക്കുട്ടി ടീച്ചർ തിരിഞ്ഞു നിന്ന് വീണയെ പിടിച്ച്, അപ്പോൾ പെണ്ണു കാണലൊക്കെ മംഗളമായി നടക്കട്ടെ, ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കണം കേട്ടല്ലോ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വീണയെ കെട്ടിപ്പിടിക്കുക. ഇത് കണ്ട് രാധയ്ക്കും രേണുവിനും അത്ര പിടിക്കുന്നില്ല. മേരിക്കുട്ടി ടീച്ചറും വീണയും അങ്ങനെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ജോണിനും ഇത് കണ്ട് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. പിന്നീട് മേരിക്കുട്ടി ടീച്ചർ വീണയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പോവാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുക. ജോണും എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞ് പോവുന്നുണ്ട്. വീണ വിഷമത്തോടെ അവിടെ നിൽക്കുക. പിന്നീട് വീണ റൂമിലിരുന്ന് പഠിക്കുമ്പോൾ വല്യമ്മ അങ്ങോട്ട് വന്ന് കുഞ്ഞിന്ന് വിളിക്കും.
ഇത് കേട്ട് വീണ ചെന്ന് വല്യമാമയെ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ കസേരയിൽ ഇരുത്തുക. എന്ത് പറ്റി വല്യമാമയെന്ന് വീണ ചോദിക്കുമ്പോൾ വേറൊന്നുമില്ല, പയ്യനും കൂട്ടരും വ്യാഴാഴ്ച വരുമല്ലോ, അതിൻ്റെ ടെൻഷനാണോ എന്ന് വീണ ചോദിക്കുക. സരസ്വതി ഇല്ലാത്തതിൻ്റെ ടെൻഷൻ ഉറപ്പായും ഉണ്ട്. അവളുടെ തീരുമാനങ്ങളൊക്കെ കൃത്യമായിരുന്നു. നമ്മളൊക്കെ ഒപ്പം നിന്നാ മതി. ഇതിപ്പോ എല്ലാവരും ഒപ്പമുണ്ടെങ്കിലും നമ്മൾ തീരുമാനിക്കണമല്ലോ, കുഞ്ഞിയുടെ ജീവിതമല്ലേ എന്ന് വല്യമാമ പറയുമ്പോൾ ശരിയായ തീരുമാനത്തിലേക്ക് അമ്മ നയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്, ഉറപ്പ് അത് ഉള്ളിലുണ്ട്. വല്യമാമ അതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട എന്ന് വീണ പറയുമ്പോൾ അവര് വിശ്വാസവും മറ്റുമൊക്കെ വലിയ കാര്യമായിട്ട് നോക്കുന്നവരാണ്. അത് ജോണേട്ടനും പറഞ്ഞിരുന്നു. ആ ചേട്ടന്റെ അമ്മയ്ക്ക് ഇത്തിരി വിശ്വാസം കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ജോത്സ്യനെ കണ്ടിട്ടൊക്കെയാ തീരുമാനിക്കുന്നത് എന്ന് വീണ പറയുമ്പോൾ കുഞ്ഞിക്ക് അതിൽ പ്രശ്നം വല്ലതും തോന്നുന്നുണ്ടോന്ന് വല്യമാമ ചോദിക്കുക. അതൊന്നുമില്ല വല്യമാമേ, ആ ചേട്ടനെ അങ്ങനൊന്നുമില്ലെന്നാ ജോണേട്ടൻ പറഞ്ഞത്. നമ്മൾ അത് നോക്കിയാ മതി. മോക്ക് എന്തെങ്കിലും പറ്റായിക തോന്നുകയാണെങ്കിൽ പറയണം, ഒന്നും ഉള്ളിൽ വെച്ചേക്കരുത്. അതാലോചിച്ചാ എനിക്ക് ടെൻഷൻ എന്ന് വല്യമാമ പറയുമ്പോൾ വല്യമാമ അതൊന്നും ആലോചിച്ച് BP കയറ്റണ്ട എന്ന് വീണ പറയാ. ഞാൻ കരുതി അവർ ആഫീസില്ലാത്ത ദിവസമാ എത്തുകയെന്ന്. അതാവുമ്പോ രണ്ടുപേർക്കും സൗകര്യമായിരുന്നേ എന്ന് വല്യമാമ പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല വല്യമാമേ, നാളെ സോമൻ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് വീണ പറയാ. അപ്പോൾ പോവാനായി എഴുന്നേൽക്കുന്ന വല്യമാമ അവളെ പിടിച്ച്, കുഞ്ഞി, എൻ്റെ പ്രധാന പേടി നീ നിന്റെ അമ്മയെ പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാതിരിക്കുമോന്നാ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ത്യാഗിയൊന്നുമല്ല വല്യമാമേ എന്ന് വീണ പറയുമ്പോൾ വല്യമാമ അവളെ ചേർത്ത് പിടിക്കുക. പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വരുന്ന നീന ടീച്ചറെയും മിഥുൻ സാറിനെയുമാണ് കാണിക്കുന്നത്. നീന ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വീണ വാതിൽ തുറന്ന് പുറത്തേക്ക് വരിക. കൂടെ വല്യമാമയും ഉണ്ട്. എന്താടി കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ഇവിടെ തന്നെ നിന്നത് എന്ന് നീനയോട് വീണ ചോദിക്കുക. വാ കേറി വാന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ അവൾ കൈ പിടിച്ചോണ്ട്, കേറി വരണോ വേണ്ടേന്നേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്താടിന്ന് വീണ ചോദിക്കുമ്പോൾ, നിന്നെ പെണ്ണു കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഓ, അപ്പൊ അതാണ് പ്രശ്നം എന്ന് വീണ പറയുമ്പോൾ, എന്താ അതൊരു പ്രശ്നമല്ലേ എന്ന് നീന ചോദിക്കുക. മേരിക്കുട്ടി ടീച്ചർ ആവും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ മിഥുൻ സാറേ എന്ന് വീണ ചോദിക്കുക. മിഥുൻ ചിരിക്കണ കണ്ട് നീന ദേഷ്യത്തോടെ, നിങ്ങൾ ചിരിക്കാണോ? എൻ്റെ കൂടെ കൂടി ഇവളോട് ദേഷ്യപ്പെടല്ലേ വേണ്ടത്? ചോദിക്കുമ്പോൾ, നീ ആള് കൊള്ളാലോടി, നിന്റെ അടുത്ത് നാളെ നേരിട്ട് പറയണമെന്ന് വിചാരിച്ചതാന്ന് വീണ പറയാ. അതിപ്പോ ഞാൻ വന്ന് നാണം കെട്ട് നിന്നോട് ചോദിച്ചോണ്ട് നീ പറയുന്നതല്ലേ, എന്നോട് നേരിട്ടേ പറയുമല്ലേ, നിനക്ക് എന്നോട് ഇതൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞാലെന്താ? എന്തായാലും നീനയോട് നീ പറയാതിരുന്നത് വളരെ മോശമായി പോയിന്ന് വല്യമാമ പറയാ. മാമ എരുതിയിൽ എണ്ണ ഒഴിക്കാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. നീനയോട്, എടി ഇവിടെ മേരിക്കുട്ടി ടീച്ചർ വന്ന് ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രാധേച്ചിയും രേണേച്ചിയും കൂടി കുറച്ച് കച്ചറയൊക്കെ ഉണ്ടാക്കി. അമ്മ ജീവിച്ചിരുന്നപ്പോഴേ താല്പര്യമുള്ളൊരു ബന്ധത്തെപ്പറ്റി അവർ അന്നേരം അറിയുന്നതെന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നമുണ്ടാക്കി. ഇനി ഓരോ ടെൻഷന്റെ പുറകെ ആയിപ്പോയടിയെന്ന് പറഞ്ഞ് വീണ നീനയുടെ കൈ പിടിക്കുക. ഇത് കേട്ട് നീന പിണക്കത്തോടെ, നേരത്തെ നീ എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുമായിരുന്നു എന്ന് പറയാ. ഇപ്പോൾ പഴയ പോലെ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങൾ എന്തേലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കായിരിക്കും, വെറുതെ ഓരോന്ന് പറഞ്ഞു വിളിച്ച് നിങ്ങളെ ശല്യം ചെയ്യണമെന്ന് വെച്ചിട്ടാടി എന്ന് വീണ പറയുമ്പോൾ, ഓ അത്രയ്ക്കൊക്കെ ആയി, കൊള്ളാടിയെന്ന് വീണ പറയാ. എടി അതിനിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, നാളെ ഞാൻ നേരിട്ടെല്ലാം വിശദമായി പറയാനിരിക്കല്ലേ, നീ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് വീണയുടെ കൈതട്ടി മാറ്റുക നീന. എടി ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞതല്ലടി, നിനക്കങ്ങനെ തോന്നിയെങ്കിൽ സോറി എന്ന് വീണ പറയാ. വെറുതെ സോറി പറഞ്ഞാലൊന്നും പറ്റില്ല പിന്നെയെന്ന് വീണ ചോദിക്കുമ്പോൾ നീന ബാഗ് തുറന്ന് ഒരു ബുക്ക് എടുത്ത് ഇതിലെ എഴുതി തരണമെന്ന് പറയും. എന്തെഴുതി തരാനെന്ന് വീണ ചോദിക്കുമ്പോൾ, മാപ്പെന്ന് ഈ ബുക്ക് നിറയെ എഴുതി തരണം എന്ന് നീന പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. ചിരിക്കാനൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാ, ഒരു പേജിൽ 100 മാപ്പ് വീതം മൊത്തം 20,000 മാപ്പ് എന്ന് നീന പറയുമ്പോൾ വീണ ചിരിക്കുന്നുണ്ട്. അല്പം കുറഞ്ഞു പോയോ ടീച്ചറെ എന്ന് നീനയോട് മിഥുൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഈ ഇമ്പോസിഷൻ എഴുതിയാൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് വീണ ചോദിക്കുമ്പോൾ, പരിഗണിക്കാന്ന് നീന ചിരിയൊന്നുമില്ലാതെ പറയാ. എന്തൊരു ഗൗരവാടിയെന്ന് വീണ പറയുമ്പോൾ നീന ഗൗരവത്തിൽ നിൽക്കുക. ഇത് കണ്ട് വീണ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നീനയെ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുമ്പോൾ വീണ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ ടീച്ചറമ്മ അവിടെ വീണയുടെ മേശയിലിരുന്ന് ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ട് വീണ എഴുന്നേൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.